പ്രിപ്പറേഷൻ ഈസ് ദ കീ ടു സക്സസ്. എല്ലാ വിജയത്തിനും പിന്നിൽ ഒരു എഫേർട്ട് ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് എക്സാം ടഫ് ആകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ശ്രദ്ധിക്കൂ. എല്ലാ ലെസൺസിൻ്റെയും സമ്മറി മനസ്സിലാക്കിയിരിക്കണം. ഒരു ലെസൺ പോലും അവോയ്ഡ് ചെയ്യരുത്. ഏത് ലെസണിൽ നിന്നാണോ ക്വസ്റ്റ്യൻ വരുന്നത്, ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ആ ലെസണിലെ കണ്ടൻറ് എന്താണ്, അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് നേരത്തെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഒന്നും എഴുതാൻ സാധിച്ചില്ല എങ്കിൽ പോലും ആ ലെസണിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയ ചില പോയിൻറ്റ്സ് എങ്കിലും നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. അതുകൊണ്ട് ഒരു ലെസൺ പോലും അവോയ്ഡ് ചെയ്യാതെ എല്ലാ ലെസണിലെയും എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ചെയ്യാനുള്ള ഫോമാറ്റ് മനസ്സിലാക്കിയിരിക്കുക. അതായത് ഇമെയിൽ, സ്പീച്ച്, ലെറ്റർ, ഒഫീഷ്യൽ ലെറ്റർ, ഫ്രണ്ട്ലി ലെറ്റർ, അതൊക്കെ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അതിൻ്റെ ഫോമാറ്റ് എന്നൊരു ഔട്ട്ലൈൻ മനസ്സിലാക്കി വയ്ക്കണം. എല്ലാ ലെസൺസിൻ്റെയും സമ്മറിയും ആൻസർ ചെയ്യേണ്ട ആ ഫോമാറ്റും അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം അതനുസരിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതി ഫലിപ്പിക്കുന്നതിന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കൂൾ ഓഫ് ടൈമിൽ തന്നെ നിങ്ങളെല്ലാവരും ടെൻഷൻ ആകാറുണ്ട്. കാരണം പെട്ടെന്നൊന്ന് വായിക്കുമ്പോൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല, ശരിക്കും എക്സാം ടഫായി തോന്നും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഒന്ന് കൂളായിരിക്കുക. അതിനുശേഷം റീഡ് ദ ക്വസ്റ്റ്യൻ എഗെയിൻ ആൻഡ് എഗെയിൻ. വീണ്ടും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ ക്വസ്റ്റ്യനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടും. അതനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ എഴുതാൻ സാധിക്കും. മിക്കവാറും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ മറ്റൊരു തരത്തിലായിരിക്കാം. ചിലപ്പോൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നിങ്ങൾ വീണ്ടും വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങൾ പഠിച്ച ആൻസർ തന്നെയായിരിക്കും അതിൻ്റെ കറക്റ്റ് ആൻസർ. ആദ്യം നിങ്ങൾക്കറിയാവുന്ന എല്ലാ ആൻസേഴ്സും എഴുതുക. അതിനുശേഷം ഡൗട്ട്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. 6 മാർക്സിൻ്റെയും 8 മാർക്സിൻ്റെയും ക്വസ്റ്റ്യൻസ് എത്രയാണോ ഓരോ സെക്ഷനിലും എഴുതേണ്ടത് അത്രയും ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റൻഡ് ചെയ്യാവൂ. അത് മാക്സിമം നന്നായി എഴുതുന്നതിന് ശ്രദ്ധിക്കുക. എന്നാൽ 1 മാർക്കിൻ്റെയും 2 മാർക്സിൻ്റെയും ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്ന ചോയ്സിനേക്കാളും കൂടുതൽ എഴുതാം. ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. ചിലപ്പോൾ നിങ്ങൾക്കറിയില്ലായിരിക്കും, എങ്കിലും നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ അതിൻ്റെ ആൻസേഴ്സ് എഴുതുക. ഗ്രാമറിൻ്റെ മാർക്സ് കിട്ടിയാൽ കിട്ടി, പോയാൽ പൊയ്ക്കോട്ടെ. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുമ്പോൾ ഇത് തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. ആൻസർ ശരിയാകുന്നെങ്കിൽ ശരിയായിക്കോട്ടെ, അല്ലെങ്കിൽ തെറ്റിക്കോട്ടെ. എന്തായാലും ഞാൻ ആൻസർ ചെയ്യും. അതുതന്നെ ആയിരിക്കണം നിങ്ങളുടെ മനസ്സിൻ്റെ കോൺഫിഡൻസ്. ലെസൺസ് റിലേറ്റഡ് ആയി കുറേ കൊട്ടേഷൻസ് പഠിച്ചു വയ്ക്കുക. ഏതെങ്കിലും ആൻസേഴ്സിൽ പ്രയോഗിക്കുക. ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് അണ്ടർലൈൻ ചെയ്യുക. നീറ്റായിട്ട് എഴുതുക. ബെസ്റ്റ് വിഷസ്.